ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹെയർ ബോയ് ഉണ്ടാക്കുന്ന മോഡലും കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ 6mm ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിഷിംഗ് വയറിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 6mm ബീഡ് ലാവൻഡർ ഷേപ്പിൽ വരുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഗ്ലാസ് ബീഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 4mm ബീഡും കൂടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നൈലോണിൻ്റെ ടങ്കീസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഷിംഗ് വയർ യൂസ് ചെയ്യുന്നുണ്ട്. സാറ്റിൻ്റെ ഒരു ഹെയർ ബോയ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെയർ ബോ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതേപോലെ വേണമെങ്കിൽ കോർക്കാം. അതല്ല ഇങ്ങനെ സൂചി നൂലിട്ട് ഇങ്ങനെയും കോർക്കാം നമുക്ക്. അപ്പോൾ രണ്ട് മെത്തേഡിലും നമുക്കിത് കോർത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ 4 ബീഡ് കോർക്കുക. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ സെക്ഷനിലും 3 ബീഡ് വീതമായിരിക്കും കോർക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒരെണ്ണം ഇങ്ങനെ പൊന്തി നിപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ നമുക്ക് ആ 3 ബീഡും കൂടി ഇപ്പോൾ കയറ്റിയത് റൗണ്ടിൽ സർക്കിളിൽ വരും. അപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പം നമുക്കിത് ഫുള്ളി ഇതേപോലെ നമുക്കൊരു പകുതി ഹെയർ ബോയുടെ അത്രയും ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ്. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടിരുന്നാലേ ഗ്ലാസ് ബീഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് കോർത്ത് സൂചി നൂലാണെങ്കിൽ എളുപ്പമാണ്. സൂചി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. അതിന് ശേഷം ലാസ്റ്റ് എത്തുമ്പോൾ ഇതേപോലെ നമ്മൾ ഗ്ലാസ് ബീഡ് ഒരെണ്ണം സെൻറ്ററിൽ വരാൻ വേണ്ടി ഇതേപോലെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സർക്കിൾ വരുമ്പോൾ നമ്മുടെ ഗ്ലാസ് ബീഡിൻ്റെ റൗണ്ട് സർക്കിൾ ഫ്ലവർ പോലെ വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 6 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം അങ്ങനെ നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ വരാൻ വേണ്ടി ചെയ്യാവേ. രണ്ട് സൈഡിലും ഈക്വലായിട്ട് ബീഡ്സ് വരുന്ന പോലെ. ഞാൻ ഇവിടെ 8mm ഗ്ലാസ് ബീഡാണ് എടുത്തിരിക്കുന്നത്, ഇതേപോലെ ഫ്ലവർ പോലെ ചെയ്യാൻ. അതിന് ശേഷം ഇത് കോർത്ത് ഇതിൽ നമുക്ക് ഏതാണോ കളർ ഞാൻ സെൻറ്ററിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച് ആ കളർ കൊടുത്ത് നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയിൽ ആക്കിയെടുക്കാം. ക്രോസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ബീഡ് നടുക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മോഡലിൽ തന്നെ നമുക്ക് കുറേ ഹെയർ ബോ ചെയ്യാൻ, ഷുഗർ ബീഡ് ഇട്ട് ഷുഗർ ബ്രേസ്ലെറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമ്മുടെ കയ്യിൽ വലിയ ഷുഗർ ബീഡ്സും ചെറുതും എല്ലാ ടൈപ്പും ഉണ്ട്. നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യാൻ. നമ്മുടെ പ്രോഡക്റ്റ്സ് വന്നിട്ട് റീസണബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാനുള്ള ഗ്ലാസ് ബീഡ് നമ്മൾ മിക്സ് ആക്കിയും കിട്ടും, മിക്സ് ആക്കാതെ സിംഗിൾ പാക്കറ്റ് 10 റുപ്പീസിൻ്റെ പാക്കറ്റായിട്ടും കിട്ടും. 6mm ബീഡ്സ് വന്നിട്ട് 70 to 75 ഉണ്ടാവും. അതും 10 റുപ്പീസ് റേറ്റാണ് വരുന്നത്. ഇതിനിടയിൽ കൂടെ ഗ്യാപ്പിൽ ഞാൻ 4mm വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ്ലി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലൈൻ ഇതേപോലെ ലാവൻഡറിൻ്റെ 6mm പിന്നെ ഗ്ലാസ് ബീഡും പിന്നെ നമ്മൾ 6ഉം കൊടുത്തിട്ട് ലാസ്റ്റ് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് അടുത്തൊരു ഫ്ലവർ റൗണ്ടിൽ ഒരേ ഗ്ലാസ് ബീഡിൻ്റെ വേറെ കളറിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫ്രണ്ട് ഒരു പോർഷൻ വരുമ്പോൾ വേറെ കളറായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ലാവൻഡറിന് ഞാൻ എടുക്കുന്ന വേറെ ലാവൻഡറിൻ്റെ കളറാണ്. അപ്പോൾ ഇത് മിക്സായിട്ട് ക്രാക്കിളിൻ്റെ. അപ്പോൾ ഇതും ഇതേപോലെ 6 എണ്ണം വെച്ചിട്ട് നമ്മൾ ലൈറ്റ് കളർ നമ്മൾ ആദ്യം ചെയ്ത ഗ്ലാസ് ബീഡ് ഏതാണോ അതാണ് ഞാൻ വെച്ച് കൊടുത്തത് സെൻറ്ററിൽ. അതിനുശേഷം ഇതേപോലെ 4mm ബീഡ് വട്ടത്തിൽ ചെയ്യാണ്. അതിനുശേഷം പിന്നെയും ഞാൻ ഈ ലൈറ്റ് പിങ്ക് ആണ് കൊടുക്കുന്നത്. കാരണം 2 സൈഡിലും ഒരേ കളർ വരാനും നടുക്ക് വേറൊരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് കിട്ടുന്ന ക്രാക്കിൾ ബീഡ്സാണ് യൂസ് ചെയ്തത്. മറ്റേത് ജെല്ലി ബീഡ്സുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ പ്രൊസീജിയർ തന്നെ അടുത്ത കുറച്ച് ഇത് ഫുള്ള് ഞാൻ അങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 സെറ്റ് ഗ്ലാസ് ബീഡ്സിൻ്റെ വരും. പിന്നെ ബാക്കി അങ്ങോട്ട് 6mm ആണ് വരുന്നത്. അപ്പം നടുക്ക് ഒരു വെറൈറ്റി കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ നൂല് തന്നെ നമുക്ക് തീരുമ്പോൾ അവിടെ കെട്ടിയിട്ടിട്ട് കണ്ടിന്യൂഷൻ ചെയ്യാം. ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് തീരും. ഇതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലെ ടങ്കീസാണ്. നല്ല റിബൺ ടൈപ്പ് കളർ, നല്ലൊരു എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ്. അപ്പം നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ചുറ്റിക്കൂടാം. സിഗ്സാക്ട് രീതിയിൽ നമുക്ക് ഒന്നെങ്കിൽ ആദ്യം നമുക്ക് ഒരു സൈഡിലേക്ക് തന്നെ ചുറ്റി പോകാം, എന്നിട്ട് പിന്നെ തിരിച്ച് ചുറ്റി വരാം. അതിന് പകരം ഇതേപോലെ ചുറ്റി പോവുകയാണെങ്കിൽ നമുക്ക് മുകളിൽ സെൻറ്റർ പോർഷൻ എത്തുമ്പോൾ നിർത്തിയിട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നല്ല ക്ലാരിറ്റി നല്ല വൃത്തിയിൽ നമുക്കത് ചെയ്തു പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഗ്ലാസ് ബീഡിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ ചുറ്റുന്നത്. അതിന് ശേഷം നമ്മൾ മുകളിൽ 6mm ബീഡ്സ് വരുന്നിടത്ത് മാത്രമാണ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. ഇതേപോലെ സിഗ്സാക്കിൽ ചുറ്റി കൊടുക്കണം.
അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഗ്ലാസ് ബീഡ്സ് ഇളകി പോകത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഹെയർ ബോ അവിടെ നിന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നല്ല കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 6mm ബീഡൊക്കെ ഡബിൾ പോളിഷ്ഡിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ബീഡ്സും ജെല്ലി ബീഡ്സും ഒക്കെ വരുന്നത് 100 ലൈൻസിൻ്റെ പാക്കറ്റും ഉണ്ട്, അതല്ലാതെ 10 രൂപയുടെ പാക്കറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക്